ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറലായിട്ടുള്ള സർവീസാണ് പറഞ്ഞത്. വണ്ടി ഇപ്പോൾ നിലവിൽ 78,783 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താണ് നമുക്ക് പിക്കപ്പിലോ വണ്ടിക്ക് വലിയ കുറവ് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലച്ച് സൈഡിലുള്ള പ്രോബ്ലമാണ്. വണ്ടിക്ക് സൈഡ് വലിവ് പറയുന്നുണ്ട്, ഒരു വെട്ടൽ പാളൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സൈഡ് വലിവായിട്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, സൈഡ് സ്റ്റാൻഡ് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, വണ്ടിക്ക് പാളൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് വലിയ കുറവിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് ഓൾറെഡി ക്ലച്ചിനകത്ത് വന്നാണ് പ്രോബ്ലം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കംപ്ലയിൻറ്റ്സ് പറയാം. വണ്ടി നമ്മൾ വർക്കിന് കയറ്റി ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ അഴിച്ച് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കാണ്. ഫ്രണ്ട് ബുഷ് കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനും ബുഷ് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് ഫ്രണ്ട് വീൽ അഴിച്ചേക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്ക് വീൽ ഇങ്ങനെ നിർത്തിയേക്കണേ. അതിനുശേഷം ബാക്കും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് നമുക്ക് ലൈനറൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഗിയർ ഓയിലൊക്കെ ഓക്കെയാണ്, നല്ല ഓയിലാണ്. ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിരുന്നു, ബെയറിങ്ങും ഓക്കെയാണ്. നമുക്ക് വണ്ടി വെട്ടൽ പാളൽ കാണുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ കിടക്കുന്ന ഈ ടയറിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. പിന്നെ അത് കൂടാണ്ട് ഹാൻഡിൽ ബെയറിങ്, അതായത് കോൺസെപ്റ്റും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ടയറിൻ്റെയാണ് ശരിക്കും വണ്ടി പാളിച്ച കാണിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ ടയർ യൂസ് ചെയ്തേക്കണ ഒരു 10 വണ്ടി എടുത്ത് അതിനകത്ത് ഒരു 9 വണ്ടിയും കംപ്ലയിൻ്റാണ്. അതായത് തുടക്കം നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് ഓടി കഴിയുമ്പോഴാണ് ആ പ്രോബ്ലം മനസ്സിലാവുക. ഈ മോഡൽ ടി വി എസിൻ്റെ ആയിരിക്കും ടയർ, അതിനകത്ത് വന്നേക്കുന്ന ഒരു പ്രോബ്ലമാണ്. അത് ഈ പാറ്റേൺ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക വണ്ടിക്കും വെട്ടൽ പാളൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ടയറൊന്നും നമ്മുടെ വണ്ടിക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നല്ല ടയറാണ്, അത് ടി വി എസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പാറ്റേണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ വി മോഡൽ, അത് സാപ്പർ മോഡൽ ടയർ എന്ന് അതിന് പറയാം. അത് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ ടൂ വീലറിന് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതെന്ന് പറയുമ്പോൾ ഓവർ ഗ്രിപ്പാണ്, തന്നെയല്ല ഇതിൻ്റെ തേയ്മാനം കറക്റ്റ് ഫ്ലാറ്റായിട്ടായിരിക്കും. പുതിയതായിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ ടയർ മാറ്റി പുതിയ ടയർ ഇട്ടതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ അത്രയും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് അപ്പോൾ തുടങ്ങി കാണിക്കുന്നുണ്ടാവും. ഇനി അങ്ങോട്ട് പോകുന്തോറും ഈ കംപ്ലയിൻറ്റ് കൂടുതലായി വരുള്ളൂ. ഒരു കാരണവശാലും അത് നമുക്ക് 100% പരിഹരിക്കാനായിട്ട് പറ്റില്ല. ടയർ മാറ്റി പുതിയത് ഇടാം, അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടുള്ളത്. അപ്പോൾ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ടയർ മാറ്റി ഇടാം. ഇനിയിപ്പോൾ ടയർ മാറ്റണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ഇതിങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഫ്രണ്ട് ടയറിനും ചെറിയൊരു പ്രോബ്ലം വരും. നമുക്ക് ഈ ഡിയോ മോഡൽ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ള വണ്ടികൾ ഫ്രണ്ടും ബാക്കും ഒരേ അളവ് ടയറായിരിക്കും. 10 ഇഞ്ചിൻ്റെ തന്നെയാണ് നമുക്ക് ഹോണ്ടയിൽ. ഇപ്പോൾ ഡിയോയ്ക്ക് വരുന്നത് 10 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടും ബാക്കും. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ടയർ മാറ്റണ സമയത്ത് ആ ഡിസ്ക് അഴിച്ച് അതുമ്പോൾ പുതിയ ടയർ ഫിറ്റ് ചെയ്തിട്ട് അത് നേരെ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യുക. ഫ്രണ്ടിലെ ഡിസ്ക് അങ്ങനെ തന്നെ അഴിച്ച് ബാക്കിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഓടിക്കാനുള്ള റണ്ണിങ് കംഫർട്ട് പക്കയായിട്ട് കിട്ടും കേട്ടോ. അതല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് അതൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓൾറെഡി കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, പക്ഷേ കോൺസെപ്റ്റ് മാറ്റിയാലും ഈ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ആവാൻ പോകുന്നില്ല. അത് ടയർ മാറ്റിയാൽ തന്നെയാണ് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെയാണ് നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്തേക്കണം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്താണ് വണ്ടിയുടെ വലി കുറയാനായിട്ടുള്ള മെയിൻ കംപ്ലയിൻസുകൾ വന്നത്. ക്ലച്ചിനകത്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകാം. അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ജനറേറ്റ് ആവുന്ന ഒരു ഇതിങ്ങനെ ആ പവർ ഇതിവിടെ കുറച്ച് പ്ലേ ഉള്ളത് കൊണ്ട് കുറച്ച് അവിടെ സ്റ്റക്കാവും, കുറച്ച് അവിടെ ഫെയിലായിട്ട് പോകും. പിന്നെ അത് കൂടാണ്ട് അത് നമുക്ക് ബെൽറ്റ് വഴി ക്ലച്ച് യൂണിറ്റിലേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ചെറിയ കംപ്ലയിൻസുകളുണ്ട്. നമ്മൾ ഈ ക്ലച്ച് ഷൂവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വര പോലെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഈ ക്ലച്ച് ഡ്രമ്മിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നേക്കണത്. ഇതിനകത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ക്ലച്ച് ഷൂ മാറ്റേണ്ട ഏകദേശം ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം 70,000-78,000 കിലോമീറ്റർ ആയേക്കണതാണ്. ഏകദേശം അതിൻ്റെ ലൈൻ ആയിട്ടുണ്ട്. മാറ്റുന്നുണ്ടെങ്കിൽ ഈ 3 ക്ലച്ച് ഷൂവും ക്ലച്ച് ഡ്രമ്മും കൂടി മാറ്റുകയാണെങ്കിൽ ആ ക്ലച്ചിൻ്റെ ഭാഗം പക്കിയായിട്ട് പോകുള്ളൂ. പിന്നെ അതേപോലെ ഓൾറെഡി ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും എന്തെങ്കിലും മാറ്റിയേ പറ്റുള്ളൂ. കാരണം അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ തന്നെ. അപ്പോൾ അതെന്തെങ്കിലും മാറ്റണം. കൂട്ടത്തിക്കടെ ക്ലച്ച് ഷൂവും ക്ലച്ച് ഡ്രമ്മൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും. ഇനിയിപ്പോൾ ക്ലച്ചിനകത്ത് ഫെയിൽഡായി പോകണ ആ പവറിൻ്റെ പ്രോബ്ലം നമുക്ക് ക്ലച്ചിനകത്ത് ഇത്രയും കേസ് നോക്കിയാൽ പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. എഞ്ചിൻ ഹെഡിൽ കരിയുടെ അളവ് കൂടുന്നതിൻ്റെ അനുസരിച്ച് വലിയ വ്യത്യാസം വരും. അതും 100% നമുക്ക് ഇത് ക്ലച്ചിൻ്റെ ഭാഗം പരിഹരിച്ചതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ വലിയ കുറവ് ക്ലച്ചിനകത്തുള്ള പ്രശ്നമാണ്. അത് പരിഹരിച്ചാൽ റെഡിയാവും. പിന്നീട് നമുക്ക് 30,000 കിലോമീറ്ററിലാണ് ഹെഡ് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്തു പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് 78ആയി. 2 പ്രാവശ്യത്തിന് മുകളിൽ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. 2 പ്രാവശ്യം ചെയ്യേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഹെഡിനകത്ത് വാൽവിൻ്റെ ഭാഗത്ത് പിസ്റ്റൺ ടോപ്പിലൊക്കെ കരി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്രഷൻ ലീക്കേജും അതായത് പവർ ഫെയിലിയർ നമുക്ക് അവിടെ വരും. അത് കരി തിങ്ങുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് ക്ലച്ചിൻ്റെ ഈ പ്രോബ്ലം പരിഹരിച്ചാൽ നമുക്ക് റെഡിയാവും. ഞാൻ പറഞ്ഞതിൽ 100% പെർഫെക്റ്റ്, അതായത് ഒരു 100%ത്തിലേക്ക് പിക്കപ്പിൻ്റെ കേസ് റെഡി ആയിട്ട് വരില്ല. ഏകദേശം ഒരു 75% നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയത്തെ എഞ്ചിൻ ഹെഡിൽ വന്നേക്കുന്ന പ്രോബ്ലംസ് കൂടി പരിഹരിച്ചാലാണ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ ബെൽറ്റ് മാറ്റി കളയുക, കാരണം അതല്ലെങ്കിൽ അടുത്ത സർവീസ് വരെ എന്തായാലും കിടക്കില്ല. ബെൽറ്റ് പൊട്ടി വഴി പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ വരും കേട്ടോ. ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, ആദ്യമായിട്ട് മാറ്റാനാണ് ബെൽറ്റിൻ്റെ കേസ്. കാരണം എന്താ വെച്ചാൽ വണ്ടി വരുമ്പോഴാണ് ആ മോഡൽ ബെൽറ്റ് വന്നോളൂ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഈ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ക്ലച്ച് ഡ്രം ഉൾപ്പെടുത്തുന്നുണ്ട്, ക്ലച്ച് ഷൂ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഭാഗത്ത് റേറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 ഐറ്റത്തിന്മേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയത്തെ നമുക്കിത് ചെയ്യേണ്ടത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് വേരിയേറ്റർ ബോഡി, അതേപോലെ തന്നെ ബോസ് ഡ്രൈവ്, ബെൽറ്റ് കേട്ടോ. അത് നമുക്ക് ചെയ്യില്ല, അതെന്തെങ്കിലും നമുക്ക് ചെയ്ത് തന്നെ വേണം. പിന്നെ നമുക്കതിനകത്ത് ഒഴിവാക്കണമെങ്കിൽ ഈ പീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒഴിവാക്കുമ്പോഴും ഈ പറഞ്ഞ 100% ആ ഒരു പെർഫെക്ഷനിലേക്ക് വരില്ല. മാറ്റിക്കളയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ ലീക്കേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. അത് നമുക്ക് കൈയോടെ ഗ്യാസ്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. വേറെ പുറത്തേക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ, ചോക്ക് കേബിളൊക്കെ ഓക്കെയാണ്. കാർബറേറ്റർ ക്ലീനിങ് നമ്മൾ നിലവിലിപ്പോൾ ജനറൽ സർവീസിൽ നമുക്ക് വരുന്നതല്ല. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് വെറുതെ കയറി അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാർബറേറ്ററുകൾ ഒട്ടുമിക്കതും ദ്രവിക്കുന്നൊരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ പരമാവധിയും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കാർബറേറ്റർ അഴിക്കാതിരിക്കാനായിട്ട് നോക്കാം. കാർബറേറ്റർ അഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ആ വഴി വന്നേക്കാം. കാരണം കാർബറേറ്ററൊക്കെ ചിലപ്പോൾ രണ്ടാമത് ക്ലീൻ ചെയ്ത് കയറ്റുമ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റൊക്കെ വരും. പിന്നെ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വരും. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് ഇനി അങ്ങടേക്ക് തൊടയേ ചെയ്യരുത് കേട്ടോ. കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും. കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ അഴിച്ചാൽ മതി. അതല്ലാതെ കൊണ്ട് നമ്മൾ കയറി അഴിക്കരുത്. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അഴിക്കരുത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഈ ലിങ്കിൻ്റെ ബുഷിന് ചെറിയ പ്ലേ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡ്. അപ്പോൾ അതിൻ്റെ കോളർ മാത്രം മാറ്റി ഈ സൈഡ് കോളർ പോയിട്ടുള്ളൂ. പക്ഷേ ഈ സൈഡ് നല്ല രീതിയിൽ ഇതാണ് കേട്ടോ, നല്ല ഷേക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കത് സെറ്റായിട്ട് മാറ്റാനേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഗ്രീൻ ബുഷും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ 2 ബുഷ് സെറ്റ് മാറ്റിയിടാണെങ്കിൽ അതാണ് കുറേ കൂടി ബെറ്റർ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്നേക്കാണ്. നമ്മൾ ഒരു പ്രാവശ്യം അത് തീർന്നിട്ട് ക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മില്ലിങ് തിരിച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കതൊരു മാറ്റേണ്ട ടൈമാണ്. അതുകൂടി മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ട് തന്നെ, ഈ ഒരു അവസ്ഥയിലേക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എസ്റ്റിമേറ്റിൽ വരും. പിന്നെ വീൽ ബെയറിങ് ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അത് നോർമൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് വരുന്ന ഒരു സ്ക്രാച്ചാണ്. നിലവിൽ നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഫ്രണ്ടിലത്തെ ഹാൻഡിൽ തിരിയണോടത്ത് വരുന്ന ബെയറിങ് കോൺസെപ്റ്റ്, അതാണ് ശരിക്കും കംപ്ലയിൻറ്റ്. ചെറിയ കെട്ടലൊക്കെ ചാട് മടി കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അത് എപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ബെയറിംഗ് ആണ്. നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ കിട്ടിയില്ലാന്നിട്ട് നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് തൽക്കാലം നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺസെപ്റ്റ് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. സെറ്റ് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാം. കാരണം സാധാരണ അത് സെറ്റ് ചെയ്താൽ കിട്ടാറുണ്ട്. ചില കേസിൽ അങ്ങനെ ലൂസായി കിടന്ന് ഓടിയിട്ട് അതൊരു ബോളും ആ കോണുമേ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ടൈറ്റ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് അഡീഷണൽ ആയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ ഏകദേശം നമുക്കത് മാറ്റി വരുമ്പോൾ ഒരു 1000 രൂപ അടുത്ത് നമുക്ക് ചിലവ് തന്നെ കേസാണ്, ബെയറിങ്ങും ലേബറെല്ലാം കൂടി വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പം നമ്മളതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി 2025 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട്. നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് 12.75 72 ഒക്കെ വന്നുണ്ട്. ലോഡ് ചെയ്യുമ്പോൾ 9.2. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് ഒന്ന് മാറ്റിയിടണം. കാരണം എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ പ്ലഗ് നല്ല ടൈറ്റായിരുന്നു, ഓവർ ടൈറ്റായിട്ട് ഇരുന്നായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അത് അഴിച്ച് മാറ്റാം. ഞാൻ കേസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റി കളയാം. കാരണം അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറ്റണ്ടാന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലായിട്ടാണ് ഒരല്പം ഓയിൽ കാണുന്നത്. ഓയിൽ കളറിൽ കാര്യമായിട്ട് വേരിയേഷൻസ് ഇല്ല. പക്ഷേ നമുക്ക് ആ ലെവൽ കുറവുള്ളത് നമ്മൾ എന്തെങ്കിലും ടോപ്പ് പെയിൻ്റായിട്ട് വരും കേട്ടോ. ലെവൽ ഒഴിക്കേണ്ടതായിട്ട് വരും.
എൻജിൻ ഓയിലിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഓയിൽ 3000 കിലോമീറ്റർ, ഓരോ 3000 കിലോമീറ്ററിലാണ് എൻജിൻ ഓയിൽ മാറ്റേണ്ടി വരിക. അത് നമ്മൾ കൃത്യമായിട്ട് മാറ്റുന്നുണ്ടെന്നുള്ള ദിവസം ഉറപ്പ് വരുത്തുക. ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് വണ്ടിക്ക് ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓയിൽ മൈന്യൂട്ടായിട്ട് ഒന്നുപോലെ ലീക്കായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുകയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത്രയും ഓയിൽ കുറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെഡിൻ്റെ ഭാഗത്ത് കണ്ട ഈ ലീക്ക് പോരാ. അപ്പോൾ മൈന്യൂട്ടായിട്ട് ഒരു പക്ഷേ ഓയിൽ കത്തണ്ടാവാം. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യണം. പറയാൻ കാരണം ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നമ്മളതിൻ്റെ ഓയിൽ ലെവൽ ടോപ്പപ്പ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി തരാം. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ലെവൽ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ള ദിവസം നോക്കാം. കൂടുതലായിട്ട് കുറഞ്ഞ മോടി നമ്മളത് പെട്ടെന്ന് പരിഹരിച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞ ഓടി മൊത്തം എഞ്ചിൻ കയറി പിടിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. അത് നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്ത് അത് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം നമുക്ക് നെക്സ്റ്റ് സർവീസിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് വരുള്ളൂ. അതിക്ക് മുമ്പ് ഓർമ്മയിൽ വെച്ച് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കയറ്റി ചെക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റ് എടുത്ത കേസുള്ളൂ, ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്.